ആ ആ എനിക്ക് 70 കിട്ടണം. എടാ, ഞാനും നിൻ്റെ അച്ഛനും കൂടെ തേങ്ങ പൊതിച്ച് വണ്ടിയെ കയറ്റി കോട്ടയത്തും എറണാകുളത്തും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പഴങ്കഥയൊന്നും പറയലടാ. ആ എനിക്ക് 70 വെച്ച് തന്നെ കിട്ടണം. 2 ദിവസമായിട്ട് എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പം സംസാരിക്കാം. ശരി ശരി. വിളിച്ചോ? രാജേഷ്. ഇടടാ വൈകല്ലേടാ, പാൽക്കുട്ടിക്ക് എന്നോടെന്താ പറയാനുണ്ടെന്ന്. ഹലോ രാജേഷങ്ങളെ, എന്നെ മനസ്സിലായോ? അപ്പൂപ്പന് വയ്യ. തേങ്ങയുടെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചാൽ മതി. തേങ്ങയ്ക്ക് എത്ര രൂപയാ പറഞ്ഞേ? 65 രൂപയാ? 65 രൂപയൊന്നും പറ്റൂല, 70 രൂപ തന്നെ കിട്ടണം. അപ്പൂപ്പൻ പറഞ്ഞ പോലെ. നമ്പർ ഒന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല അങ്കിളെ. ഇനി അവിടെ വരുമ്പോ കാണാം. ചാച്ചാ ബൈ ബൈ. അപ്പൂപ്പ 75 രൂപയ്ക്ക് കൊടുത്താ മതി. അപ്പൂപ്പ, അപ്പൂപ്പനെ രാജേഷങ്ങള് പറ്റിക്കുന്നയാ. ഇവിടൊക്കെ 1 കിലോ തേങ്ങയ്ക്ക് 100 രൂപയാ. അപ്പൊ തേങ്ങയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. அப்பா சாயா சக்கரை போடல. എന്താ അപ്പൂപ്പാ കൈ കൊടയുന്നേ? 2 ദിവസമായിട്ട് കൈക്ക് നല്ല വേദന പോലെ. പിന്നെ ഞാൻ വാഴയ്ക്ക് ഇത്തിരി തടവെടുത്തു. അപ്പോൾ തുടങ്ങിയ ഈ വലത്ത് കൈക്കൊരു വേദന. എന്താണെന്നറിയില്ല. அப்பா இந்த மாதிரி வேலையெல்லாம் இப்ப பண்ணக்கூடாது. ஏதா வேலைக்கார வச்சு பண்ணலாமே. இப்படி பண்ணினா உங்க உடம்புக்கு தான் கெடுதல். മോളെ, ഈ പറമ്പൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് കാണുമ്പോഴേ മനസ്സിനും കാട് പിടിച്ചതുപോലെ. അതുകൊണ്ട് അറിയാതെ ചെയ്തു പോകും. ഞാൻ തടവി തരട്ടാ? ഓ തടവി. കണ്ടോ, ആര് നോക്കാനില്ലെങ്കിലും എൻ്റെ പാറക്കുട്ടി എന്നെ നോക്കും. ആൾക്കാരെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ കേശു കഴിഞ്ഞ പിന്നെ മിടുക്കിയുള്ള ആരെ കണ്ടാലും ഉടനെ ചില പേരൊക്കെ ഇട്ട് വിളിച്ച് സോപ്പിട്ട് കയ്യിലെടുക്കുന്ന ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലേ ആന്റി? ആരെന്തു പറഞ്ഞാലും അങ്ങ് മൂളിക്കൊള്ളണം. എന്ത് அப்படியெல்லாம் சொன்னாதான் இங்க இருக்க முடியும் ലച്ചു. കനകം, പടവലത്തുനിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇനി അത് തീർന്നിട്ട് വേറെ മേടിച്ചാൽ മതി കേട്ടോ. அம்மா நேற்றுக்கு நம்ம ஊறுகாய் தயிரெல்லாம் கொண்டு வந்தோம்ல, அதுவும் இருக்குல்ல? ഇരിപ്പുണ്ട്. அப்பா அது போதும். ഇന്നും പച്ചക്കറിയാണോ? പടവലത്തുനിന്ന് വന്നിട്ട് ചിക്കനും മീനൊക്കെ കഴിക്കാന്ന് വിചാരിച്ചാ അതും പോയി. ഓക്കൊന്ന് ചിക്കൻ കഴിക്കണോ? വെള്ള ചിക്കൻ വേണോ അതോ നാടൻ ചിക്കൻ വേണോ? നാടൻ ചിക്കൻ തന്നെ വേണം, നല്ല എരിയും വേണം. അതാവുമ്പോ കടിച്ച് പറിക്കാലോ. അപ്പൊ പിന്നെ നാടൻ ചിക്കൻ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് ചിക്കൻ മേടിക്കാൻ പോകാൻ കേശു ഇവിടെ ഇല്ലല്ലോ. அதுக்கு என்னம்மா நான் போயிட்டு வாங்கிட்டு வரேனே. മോൾ അതിന് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകും. ഓ, ഞാൻ നിറയെ വട്ടി പോയിരിക്കേ. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. കേശു എവിടെ പോയെന്നാ പറഞ്ഞു? അവനെന്തോ കോളേജിൽ നിന്ന് 3 ദിവസത്തെ ക്യാമ്പിന് പോയതാ. എന്ത് ക്യാമ്പ്? NSS ക്യാമ്പ് ഇല്ലേ, നാഷണൽ സർവീസ് ക്യാമ്പ്. അതിന്. അയ്യോ, എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വന്നല്ലോ ആന്റി. പോലാം. ഞാനും വരാം. അപ്പൊ ചിക്കൻ നോക്കി വാങ്ങിക്കാലോ. വേണ്ട, ഇവര് നോക്കി മേടിച്ചോളും. കുഞ്ഞു വെയിലത്ത് പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. അമ്മൂമ്മ പറഞ്ഞതല്ലേ ശരി. അപ്പൊ അമ്മൂമ്മ പറയുന്നത് കേട്ടാ മതി. മക്കള് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. ചേച്ചിയും കനകാന്റിയും കൂടെ പോയിട്ട് വരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.